ചേട്ടാ ഒരു ലൈറ്റ്സ്. ലൈറ്റ്സ് ഇല്ല. എന്നാ ഒരു കിങ്സ്. കിങ്സ് ഇല്ല. എന്നാ എന്തേലും ഒന്ന് എടുക്ക്. ഇവനൊക്കെ എവിടെ നിന്ന്? അളിയ തീർക്കല്ലേ, ഞാൻ എത്തി. നിങ്ങൾ അടി തുടങ്ങ്. 4ാമത്തെ പെഗിൽ ഐസ് ക്യൂബ് ഇടുമ്പോഴേക്കും ഞാനങ്ങെത്തും. ചേട്ടാ ഒരു വിൽസ് ഇവിടെ. ഇവനിത് ആദ്യം പറഞ്ഞ താൻ എന്തോടെ പൊലമ്പുന്നേ? കാശ് തന്നിട്ടല്ലേ? ചേട്ടാ നിങ്ങളല്ലേ ഞാൻ നേരത്തെ മാഷോ ലിഫ്റ്റ് കിട്ടോ പാങ്ങപ്പറവല്? അതല്ല, നിങ്ങൾ അവിടെ കുറേ സമയോടെ നിൽക്കുക, ഒരു വണ്ടിയും കിട്ടാൻ. കേറ് കേറ് കേറ്. പോടാ കോപ്പന്മാരെ. അവന്മാർ പറഞ്ഞ നന്നായില്ലേ മാഷെ, പിന്നെ എന്തിനാ ദേഷ്യപ്പെടുന്നത്? കുന്തോണ് ഇന്നീ മലയാളികളിൽ നിന്ന് ഏറ്റവും വലിയ ഉപകാര സ്റ്റാൻഡ് കേട്ടാൻ പറയുന്നത്. ട്രിപ്പിൾ തിരിച്ച് പോകുന്നവരാ എന്നെ ഉപദേശിക്കാൻ വരുന്നേ ചെറ്റകള്. ചേട്ടാ എന്താ ഹെൽമെറ്റ് വയ്ക്കാത്ത? ഇങ്ങനെ കൈ തൂക്കിടാനോ ഹെൽമെറ്റ്? മാഷി മുടി കണ്ടോ, ഇപ്പം തന്നെ അങ്ങ് എത്തി. ഇനി ഹെൽമെറ്റ് കൂടി വെച്ചാൽ 2 വർഷം കൊണ്ട് മൊത്തം അങ്ങ് പോയി കിട്ടും. മാഷേ ഹെൽമെറ്റ് വെച്ചാൽ മുടിയേ പോവും ഇല്ലേലേ? അല്ല, ഹെൽമെറ്റ് പോലും വയ്ക്കാത്ത മാഷാണോ ആ പോയമാരെ കുറ്റം പറഞ്ഞ്? പോകാം, ഇനിയും ലേറ്റ് ഹോസ്റ്റൽ അടയ്ക്കും. നിന്നോട് എത്ര കാലമായിട്ടേ പറയാ ഹോസ്റ്റലൊന്നും പറയാൻ? അവൻ ദേവളയും കൊണ്ട് പോകുന്ന പോക്ക് കണ്ടോ? എങ്ങോട്ടാണോ എന്തോ. ഇപ്പൊ ടെക്നോ പാർക്കിൽ കുറെ എണ്ണം വന്ന് കയറിയിട്ടുണ്ട്. നിങ്ങൾ കൂട്ടുകാരികളില്ലേ? അതുണ്ട്. അവിടെ നിന്ന് വണ്ടി കയറ്റില്ലേ? അവരെ കയറ്റും, പക്ഷെ ഇതുപോലൊന്നും പോകാറുണ്ട്. അതെ, നമ്മുടെ കൂടെ പെമ്പിളേർ നടക്കുമ്പോൾ അത് ഫ്രണ്ട്ഷിപ്പ് മാത്രവും അതേ പെമ്പിളേർ മറ്റയാളുടെ പോയാൽ അത് ഈ ലോകത്ത് നടക്കാൻ പാടാത്ത മറ്റെന്തോ സംഭവം തോന്നിയാ അതിൻ്റെ പേര് വേറെന്തോയാ സദാചാരം. ഇതിനെ കുറിച്ച് വണ്ടിയിലും കയറ്റി. ചേട്ടാ വണ്ടി ഓടിക്കുമ്പോൾ ഫോൺ എടുക്കണോ? കുറെ നേരായി. അതെ, ഇതെന്റെ വണ്ടിയാണ്. നിനക്ക് പറ്റുമെങ്കിൽ മര്യാദക്കിരി, അല്ലെങ്കിൽ അറിയിപ്പോ. ശരി ചേട്ടാ, പോവാം. മാഷെ ദേഷ്യപ്പെടുത്താൻ പറയുന്നല്ല കേട്ടോ, അറിയാതെ പറഞ്ഞു പോകുന്നേ. എനിക്കേറെ പ്രിയപ്പെട്ടവരുണ്ടായിരുന്നു. എനിക്ക് മാത്രമല്ല, നാട്ടുകാർക്കും വീട്ടുകാർക്കും ഒക്കെ പ്രിയപ്പെട്ട. മാഷ പോലെ തന്നെയാണ്, ഹെൽമെറ്റ് ഒന്നും വയ്ക്കില്ല. ദേ ഇങ്ങനെ കൈ തൂക്കി ചോദിച്ചാൽ പറയും സ്റ്റൈലിനാണ്. സ്പീഡിനെ പറ്റി പറഞ്ഞാൽ അവനും പറയും അവൻ്റെ വണ്ടി അവനറിയാം, അവൻ്റെ വണ്ടി അവനെ ചതിക്കില്ല എന്നൊക്കെ.
ഒന്നിനും ക്ഷമയില്ലാത്തവനാണ്. അവസാനം ഒരു അപകടത്തിൽപ്പെട്ടു. സഹായം ചോദിച്ചുമില്ല, ആരും സഹായിക്കാൻ ചെന്നുമില്ല. അവൻ സഹായത്തിന് കാത്തു നിന്നുമില്ല. ഒരു യാത്ര പോലും പറയാതെ അവൻ പോയി, ഭൂമിക്കപ്പുറമുള്ള ഏതോ ഒരു താഴ്വരയിലേക്ക്. ഓ, തൻ്റെ ദുരിതത്തിന് കേൾക്കണ്ടല്ലോ. താൻ പറഞ്ഞ സ്ഥലമെത്തി. ഇതേ വളവ് കഴിഞ്ഞ് നിർത്തിയാൽ. ശരി ശരി. ശരി ചേട്ടാ, താങ്ക്സ്. എനിക്കേറെ പ്രിയപ്പെട്ടവരുണ്ടായിരുന്നു. എനിക്ക് മാത്രമല്ല, നാട്ടുകാർക്കും വീട്ടുകാർക്കും ഒക്കെ പ്രിയപ്പെട്ടു. അവസാനം ഒരു അപകടത്തിൽപ്പെട്ടു. എവിടെയാടാ നീ? ഇപ്പോഴെങ്ങനെ വരുമോ? ഇല്ലടാ, ഞാനില്ല.